ഹലോ ഗൈസ്, വെൽക്കം ടു റിയൽ ടോക്ക്. ഇറ്റ് സുമിത്ത്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലേക്ക് വരുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങൾ വീഡിയോ കാണാൻ തുടങ്ങുക. അതോടൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തും ആയിക്കോട്ടെ, അതിപ്പോൾ നെഗറ്റീവ് ആയിക്കോട്ടെ, പോസിറ്റീവ് ആയിക്കോട്ടെ, അതിന് ചീത്തകളെ ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. അതോടൊപ്പം വീഡിയോയ്ക്ക് മാക്സിമം ലൈക്ക് തരാനും ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർക്ക് ഷെയർ ചെയ്തിട്ട് ഇൻഫർമേഷൻ എത്തിക്കാനും നിങ്ങൾ 100% ശ്രമിക്കണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് 3 മേജർ ആയിട്ടുള്ള പ്രൊജക്റ്റിൻ്റെ അപ്ഡേറ്റുകളാണ്. അതിലൊരു പുതിയ പ്രൊജക്റ്റും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്രൊജക്റ്റ് ഏതാണെന്ന് പറഞ്ഞാൽ ടാപ്പിയോ എന്ന് പറഞ്ഞിട്ടുള്ള മൊബൈൽ ഫാമിംഗ് ക്രിപ്റ്റോ റിവാർഡും, അതേപോലെ തന്നെ അടുത്ത പ്രൊജക്റ്റ് ഏതാണെന്ന് പറഞ്ഞാൽ സ്മാർട്ട് ചെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റാണ്. ഈ ഒരു DP പ്രൊജക്റ്റിൽ ഫെയർ ലോഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ഫെയർ ലോഞ്ച്, നിങ്ങൾക്ക് ടോക്കൺ ആണോ അത് സ്കാം ആണോ എന്നുള്ളൊരു കാര്യം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അതോടൊപ്പം ഫാരോസിൽ ഈ ഒരു OKX വാലറ്റിൻ്റെ ക്യാമ്പയിൻ എൻഡ് ആവുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ വിചാരിച്ചിരിക്കുകയാണ് ടെസ്റ്റ്നെറ്റ് എൻഡ് ആവാന്ന്. അങ്ങനെയുള്ളൊരു കാര്യം അല്ല എന്നുള്ളൊരു കാര്യം. അതോടൊപ്പം അതിൽ എന്താണ് പുതിയ അപ്ഡേറ്റ്, നിങ്ങൾക്ക് എപ്പോഴാണ് ഇതൊക്കെ ടെസ്റ്റ്നെറ്റ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് കിട്ടുക, എന്തൊക്കെ രീതിയിലാണ് നല്ലൊരു പ്രോഫിറ്റ് കിട്ടുക എന്നുള്ളൊരു കാര്യം കൂടി, ഇല്ലെങ്കിൽ ഒരു എയർ ഡ്രോപ്പ് കിട്ടുക എന്നുള്ളൊരു കാര്യം കൂടി വീഡിയോയിൽ പറയുന്നുണ്ട്. ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക. എല്ലാ വീഡിയോയിലും ഞാൻ പറയുമ്പോൾ ഇടയിൽ ഞാൻ ഇപ്പോൾ ഇൻക്ലൂഡ് ചെയ്യാത്ത കാര്യം കൂടി വീഡിയോയുടെ ഇടയിൽ പറയും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ അതിൽ തന്നെ ക്ലിയർ ആവാനുള്ള ഒരുപാട് ചാൻസുകൾ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് ടാപ്പിയോ മൊബൈൽ ഫാമിംഗ് പ്രൊജക്റ്റിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റ് റീസെൻ്റ്ലി വന്നിട്ട് അവർ പെട്ടെന്ന് തന്നെ ഈ ഒരു TG കാര്യങ്ങളും ടോക്കൺ ബ്ലോക്ക് ചെയിനിൽ കൊണ്ടുവരും, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാന്നുണ്ടെങ്കിൽ പൈ നെറ്റ്വർക്ക് തന്നെയാണ് ഒരുപാട് ആൾക്കാർക്ക് അറിയുന്ന ഒരു മൊബൈൽ ക്രിപ്റ്റോ ഫാമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. അതിലിപ്പോൾ ബി നെറ്റ്വർക്ക് വന്നിട്ടുണ്ട്, മിറ നെറ്റ്വർക്ക് വന്നിട്ടുണ്ട്, ഇന്റർലിങ്ക് വന്നിട്ടുണ്ട്, PX നെറ്റ്വർക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് പ്രൊജക്റ്റുകൾ അങ്ങനെ ഒരുപാട് ആൾറെഡി ഉണ്ട്. അതേപോലെ തന്നെ ആ ഒരു മാർക്കറ്റിൽ ആ ഒരു ലിസ്റ്റിലേക്ക് തന്നെ വന്നിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ടാപ്പിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൊബൈൽ ഫാമിംഗ് ഗെയിം. ഇതിൽ നിങ്ങൾക്ക് ഇന്നലെയൊക്കെയാണ് മിനിഞ്ഞാന്നൊക്കെയാണ് ഒരുപാട് ആൾക്കാർ ഇത് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മാസത്തിനുള്ളിൽ ഇപ്പോഴൊക്കെയാണ് ഈ ഒരു പ്രൊജക്റ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൊജക്റ്റിൽ നിങ്ങൾ തീർച്ചയായിട്ടും കയറണം. ഈ പ്രൊജക്റ്റിൽ എങ്ങനെയാണ് കയറുക എന്ന് ചോദിച്ചു വന്നാൽ പ്ലേ സ്റ്റോറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതേപോലെ തന്നെ ഇതിൽ റഫറിൽ കയറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങൾ അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾ ഇതിൽ കയറുക, നിങ്ങൾക്ക് ആഡ് ഫ്രണ്ട് ചെയ്യണമെന്ന് തോന്നിയ ആൾക്കാർക്ക് മാത്രം ഇത് എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ആഡ് ഫ്രണ്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ ഇതൊരു OX വാലറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമിലാണ് അവർ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രൊജക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വന്ന ഉടനെ ഓപ്പൺ ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു വാലറ്റ് ക്രിയേഷൻ ആയിരിക്കും അവിടെ വരിക. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും പുതിയൊരു വാലറ്റ് തന്നെ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിൽ ക്രിയേറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഞാൻ ഈ ഒരു ലിങ്ക് വന്നിട്ട് എൻ്റെ ഈ ഒരു ലിങ്ക് വഴി കയറിയിട്ട് നിങ്ങൾക്ക് ഇവിടെ ആഡ് ഫ്രണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ 500 പോയിന്റ്സ് നമുക്ക് രണ്ടാൾക്കും എന്താണ് കിട്ടുന്നതാണ്. 500 പോയിന്റ്സ് ഒന്നും കിട്ടുന്നില്ല, 25% ബോണസ് രണ്ടാൾക്കും കിട്ടും. ആറ്റ് യുവർ റെഫറൽ ലിങ്ക് നിങ്ങൾക്ക് എന്നെ വേണ്ടാന്നുണ്ടെങ്കിൽ എന്നെ റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഫ്യൂച്ചറിൽ കൊണ്ടുവരുന്നതാണ് അവർ പറഞ്ഞിട്ടുള്ള ഒരു റെഫറൽ സിസ്റ്റം ഇവിടെ ഇല്ല എന്നാണ് അവർ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വന്ന ഉടനെ തന്നെ ഇവിടെ സ്റ്റാർട്ട് ഫാമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും, അവിടെ ബൂസ്റ്റ് എന്ന് കിടക്കുന്നുണ്ട്. ആ ഒരു ടാപ്പിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആഡ് വരും. ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോമിലൊക്കെ തീർച്ചയായിട്ടും പരസ്യം കണ്ടിട്ടാണ് അവർ കൂടുതൽ റവന്യൂ ഒക്കെ ഉണ്ടാക്കുന്നത്. ആ ഒരു ഷെയർ എന്നാണ് നമുക്ക് ഫ്യൂച്ചറിൽ ഇതിൻ്റെ ടോക്കൺ ഒക്കെ നമുക്ക് തരാൻ പോകുന്നത് എന്നുള്ളതാണ് സാധാരണ ഈ ഒരു പ്രൊജക്റ്റുകളുടെ ഒക്കെ ഒരു ഫോർമാറ്റ്. അപ്പോൾ അതിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വന്ന ഉടനെ സ്റ്റാർട്ട് ഫാമിംഗ് എന്ന് കൊടുക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫാമിംഗ് ആവും. ദിവസം 2.2 ടാപ്പ് മാത്രമാണ്, ഇല്ലെങ്കിൽ അവർലി നമുക്ക് എന്താണ് കിട്ടുള്ളൂ എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെയധികം കുറവായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ പെട്ടെന്ന് എത്രത്തോളം നിങ്ങൾക്ക് ഫാം ചെയ്യുന്നുണ്ട് റെഗുലറായിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്യുക. 24 മണിക്കൂറിൽ ഒരിക്കലൊക്കെ ഓപ്പൺ ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഓപ്പൺ ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു പ്രോഫിറ്റ് കിട്ടും. അതേപോലെ തന്നെ അതിൻ്റെ സെറ്റിംഗ്സിലേക്ക് വന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ എബോട്ടൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ വൈറ്റ് പേപ്പർ അവർ കൊടുത്തിട്ടുണ്ട്, എപ്പോഴാണ് ഇത് വരാൻ പോകുന്നത്, എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കറൻറ്റ്ലി ഇപ്പോൾ ഇത് പ്ലേ സ്റ്റോറിൽ മാത്രമാണ് അവൈലബിൾ ഉള്ളൂ. അതായത് ആൻഡ്രോയിഡ് യൂസേഴ്സിന് മാത്രമാണ് അവൈലബിൾ ഉള്ളൂ. അവർക്ക് പ്ലേ സ്റ്റോർ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ iOS ആപ്പിൾ ഫോൺസ് അവർക്കൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടി അവർ പെട്ടെന്ന് തന്നെ കൊണ്ടുവരും എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ലൈറ്റ് പേപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം കാണാൻ പറ്റും. അപ്പോൾ ജൂലൈ 2025 വേർഷൻ ഇപ്പോൾ പെട്ടെന്ന് സ്റ്റാർട്ടായ പ്രൊജക്റ്റാണ്. ഇപ്പോൾ തന്നെ കയറി നമുക്ക് ഈ വർഷം കഴിയുമ്പോഴേക്കായിരിക്കും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വരിക. ആ കാര്യം കൂടി ഞാൻ കാണിച്ചു തരാം. അവരിവിടെ റോഡ് മാപ്പ് പറഞ്ഞിട്ടുണ്ട്. phase 1 എന്ന് പറഞ്ഞാൽ ഓഫ് ചെയിൻ മൈനിങ് എറ എന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എത്രത്തോളം മൈൻ ചെയ്യുന്നോ അതാണ് phase 1. അത് കഴിഞ്ഞ് പറഞ്ഞാൽ ഓൺ ചെയിൻ എക്കോ സിസ്റ്റം വരുന്നുണ്ട്. അതേപോലെ തന്നെ ടാപ്പ് എയർ ഡ്രോപ്പ് 10 പെർ ആഡ് വാച്ച്ഡ്. അപ്പോൾ 10% ആഡ് വാച്ച് കണ്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് കിട്ടും. 25% ഒരു ആക്റ്റീവ് ഫ്രണ്ടിന് കയറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും എന്നുള്ളൊരു കാര്യമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ എത്രത്തോളം 400 മില്യൺ സംതിങ് ഒക്കെ നമുക്ക് എന്താണ് ടാപ്പ് അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. 40 മില്യൺ സംതിങ് ഒക്കെ ടാപ്പാണ് നമുക്ക് അലോക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നല്ലൊരു പ്രൈസ് ഒന്നും പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ളതൊക്കെ നമുക്ക് എന്താണ് നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ടോക്കൺ ആക്കി മാറ്റാൻ പറ്റും. എത്രത്തോളം ക്ലെയിം ചെയ്യുന്നോ ആ ഒരു രീതിയിലായിരിക്കും അത് വരുന്നത്. അതേപോലെ തന്നെ അവരിവിടെ അതിൻ്റെ പെർസെൻറ്റേജ്, ടോക്കണോമിക്സ്, എത്രത്തോളം പെർസെൻറ്റേജ്, എല്ലാ കാര്യങ്ങളും അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. റോഡ് മാപ്പിൽ ക്വാർട്ടർലി 3 of 2025 മൈനിങ് ലൈവ് ഓൺ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുള്ളത്. ഇനി നമുക്ക് അവർ ഗാലക്സി ടാസ്ക്, അങ്ങനെയുള്ള സീലിയ ടാസ്ക്, SP ബാഡ്ജസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ആപ്പിൾ iOS വേർഷൻ അവർ കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ ക്വാർട്ടർലി ഫോർ 2025 അവർ ബ്ലോക്ക് ചെയിൻ ലോഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത വർഷം ഒരു ക്വാർട്ടർലി 1 അല്ലെങ്കിൽ ഒരു ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ ഇത് ലോഞ്ച് ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് കിട്ടാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റാണ് ഈ ഒരു ടാപ്പിയോ എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ്. തീർച്ചയായിട്ടും ഈ ഒരു പ്രൊജക്റ്റിൽ നിങ്ങൾക്ക്
കാര്യമാണ്. ഇനി അടുത്തുള്ളൊരു ഡൗട്ട് എന്താണെന്ന് പറഞ്ഞാൽ സ്പാർക്ക് ചെയിനിൻ്റെ ഡൗട്ടാണ്. ഒരുപാട് ആൾക്കാർ സ്പാർക്ക് ചെയിനിൽ നമുക്കിത് 0.2 കൺവേർഷൻ കഴിഞ്ഞ 2 ദിവസം മുമ്പ് അവരാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവരവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഫെയർ ലോഞ്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ് ഫെയർ ലോഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടോക്കൺ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ പ്രീ സെയിലൊക്കെ ഒരുപാട് ആൾക്കാരുടെ അവിടെയൊക്കെ നടക്കും. അപ്പോൾ ആ ഒരു പ്രീ സെയിലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് വാങ്ങിയിട്ട് ആ ഒരു സമയത്തൊക്കെ നമുക്ക് ടോക്കൺ ആയിട്ട് കിട്ടും എന്നുള്ളൊരു ഓപ്ഷനാണ് ഈ ഒരു കാര്യം. അപ്പോൾ ഇവർ ഫെയർ ലോഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഇതിനൊരു ലിക്വിഡിറ്റി കൊടുത്തില്ലെങ്കിൽ നമ്മൾ തന്നെ ഇതിനൊരു പൈസ ഇട്ട് കൊടുത്ത് നമുക്ക് ടോക്കൺ ഇതിൻ്റെ ലോഞ്ച് ആവുന്ന സമയത്ത് അവർ തരുന്നു. ആ ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതിനവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഒരു 10,000 സോളൊക്കെ ഞങ്ങൾ എന്തായാൽ മാത്രമാണ് ഈ ഒരു സംഭവം നിങ്ങൾക്ക് കൊണ്ടുവരുള്ളൂ. അതായില്ലെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും തിരിച്ച് നിങ്ങൾക്ക് സോള് തരും എന്നുള്ള റീഫണ്ടഡ് ഓപ്ഷൻ കൂടി അവരിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ 4,884 സോൾ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ 18 അവറും 25 മിനിറ്റ് മാത്രമാണ് ഇനി അവിടേക്ക് ബാക്കിയുള്ളൂ. ഇനി 2 ദിവസത്തിനാണ് അവർ ഒരു ഫെയർ ലോഞ്ച് വെച്ച്. അപ്പോൾ ഇത് ഒരിക്കലും എയർ ഡ്രോപ്പ് അല്ല, ഇതൊരിക്കലും ലോഞ്ച് അല്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. സ്കാം ആവാനുള്ള സാധ്യത 99% ഉണ്ട്. മേ ബി ഈ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇതൊന്ന് റീഫണ്ട് ചെയ്യാണ്ട് അവരിനെ പറ്റിച്ചു എന്ന് പറഞ്ഞാൽ സ്കാം ആവാം. അതും അല്ലാതെ തന്നെ ഇത് സ്കാം അല്ലെങ്കിൽ ഇത് ലോഞ്ച് ആയിട്ട് ഇവരുടെ ടീമൊക്കെ വിറ്റിട്ട് നിങ്ങൾക്ക് ഇട്ട കാശൊന്നും കിട്ടാതിരിക്കുമ്പോഴും സ്കാം ആവാനുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യരുത് എന്നുള്ളൊരു കാര്യമാണ്. നമ്മൾ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ എയർ ഡ്രോപ്പിലാണ് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫെയർ ലോഞ്ചിൽ അങ്ങനെയുള്ള കാര്യത്തിലൊന്നും നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഇനിയൊരു എയർ ഡ്രോപ്പ് ഉണ്ടാവും. ഇത് കഴിഞ്ഞിട്ടായിരിക്കും ഇനിയൊരു എയർ ഡ്രോപ്പ് ഉണ്ടാവുക, അതിൻ്റെ ടോക്കൺ ലോഞ്ച് ഉണ്ടാവുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ ആ ഒരു സമയത്ത് എയർ ഡ്രോപ്പിലെ അലോക്കേഷൻ എത്രയാണോ നിങ്ങൾക്ക് കിട്ടുന്നത് അതുമാത്രം മതി. നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് ഇന്ന് റീസെൻ്റ്ലി തുടങ്ങിയ ഒരു പ്രൊജക്റ്റാണ്, ഗ്രാസിൻ്റെ കോപ്പിയാണ്. സ്കാം ആവാനുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ നമ്മളിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, പഴയ പോലെ തന്നെ ഈ ഒരു നോഡ് റൺ ചെയ്യുക. എത്രത്തോളം പോയിന്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ അതിൻ്റെ ഒരു എയർ ഡ്രോപ്പ് ചെക്കർ വരുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം ടോക്കൺ കിട്ടും എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി ഞാനിവിടെ അടുത്ത് പറയാൻ പോകുന്നത് നമ്മുടെ ഫാരോസിൻ്റെ കാര്യമാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ഫാരോസിൽ ഇപ്പോൾ ഒരു പുതിയ NFT വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു NFT നിങ്ങൾ മിൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഫാരോസിൽ ഇപ്പോൾ ഈ ഒരു OKXൻ്റെ കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ ഡൗട്ട് ചോദിക്കുകയാണ്. ഈ ഒരു OKXൻ്റെ ക്യാമ്പയിൻ എൻഡ് ആയി എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ടെസ്റ്റ് നെറ്റ് ഫേസ് എൻഡ് ആവോ എന്നുള്ളൊരു കാര്യം. തീർച്ചയായിട്ടും അങ്ങനെയല്ല. ഈ ഒരു OKX വാലറ്റ് കണക്ട് ചെയ്യുന്നത് ഇതിലെ ട്രാൻസാക്ഷൻ എല്ലാം ഇരട്ടി സ്പീഡിൽ നടക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ബൂസ്റ്റർ ക്യാമ്പയിൻ ആയിരുന്നു ഈ ഒരു OKX ക്യാമ്പയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടെസ്റ്റ് നെറ്റ് ഫേസ് ഒക്കെ എൻഡ് ആവുന്നത് മേ ബി ഇനിയും 2 മാസം ഇല്ലെങ്കിൽ ഒരു ഈ മാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും എന്നാണ് അവൻ്റെ ടീം തന്നെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇവർ പറഞ്ഞിട്ടുള്ളത് OKX ബൂസ്റ്റർ ക്യാമ്പയിൻ എൻഡ് ഇൻ 2 days എന്ന് ഇന്നലെ പറഞ്ഞത്. ഇവൻ്റെ ഈ ഒരു ക്യാമ്പയിൻ അല്ലെങ്കിൽ ഇതിൻ്റെ ട്രാൻസാക്ഷനും ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ OKX വാലറ്റ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അതിലൊരു പെട്ടെന്ന് തന്നെ X ബൂസ്റ്റിംഗ് സ്പീഡായിട്ടൊക്കെ നമുക്ക് എന്താണ് ഈ ട്രാൻസാക്ഷനൊക്കെ നടത്താൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് ഫാരോസിൽ എത്രത്തോളം പോയിന്റ്സ് ആയി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു ഫാരോസിൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. മാക്സിമം ലെവൽ 4 നിങ്ങൾ കഴിഞ്ഞിരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാരും പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ലെവൽ 4 ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞു, ഒരു 6,000 പോയിന്റ്സ് ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ട്രാൻസാക്ഷൻ ചെയ്യുന്നു അത്രത്തോളം നല്ലത് തന്നെയാണ്. ഇതിൻ്റെ ഒരു റീസെൻ്റ്ലി ഒരു അപ്ഡേറ്റ് പറഞ്ഞിട്ടുള്ളത് ഫണ്ട് റേസ് അറൌണ്ട് 10 days എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അവർ ഫണ്ട് റേസ് ചെയ്യാൻ പോകുന്നു. 10 ദിവസത്തിനുള്ളിൽ ഫണ്ട് റേസിംഗ് ഒക്കെ നടത്തും. TGE പ്ലസ് മെയിൻനെറ്റ് ഇൻ Q3 2025 എന്നാണ് അതിൻ്റെ ഒരു AMA സെഷനിൽ അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ക്വാർട്ടർലി 4 ആവുമ്പോഴേക്കും ഇതിൻ്റെ ഒരു ലിസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ ലോഞ്ചിങ് V3 ടെസ്റ്റ് നെറ്റ് ഇൻ സെക്കൻഡ് ഇനി ഒരു 2-3 വീക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഓരോരോ DAppും അതേപോലെ തന്നെ എക്കോസിസ്റ്റം ഒക്കെ അവർ ബിൽഡ് ചെയ്യും, ഫൗണ്ടേഷനൊക്കെ കൊണ്ടുവരുന്നു പറഞ്ഞിട്ടുണ്ട്. അത് എന്തുകൊണ്ട് നല്ല കാര്യം തന്നെയാണ്. ഒരു നല്ല പ്രൊജക്റ്റ് ആയിട്ട് ഫാരോസ് മാറട്ടെ. എല്ലാവരും നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ പോയിന്റ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിന്റ് ചെക്കിങ് ചെയ്യുക. എൻ്റെ ഒരു ടെലിഗ്രാം ചാനലിലൊക്കെ ഫാരോസ് ഒന്ന് സെർച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ ഹോൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. എത്രത്തോളം പോയിന്റ്സ് ചെയ്താലാണ് എത്രത്തോളം പോയിന്റ്സ് കിട്ടുക, എത്രത്തോളം ട്രാൻസാക്ഷൻ ചെയ്താലാണ് എത്രത്തോളം പോയിന്റ്സ് കിട്ടുക. എല്ലാ ട്രാൻസാക്ഷനും 91 ടൈംസ് ചെയ്താൽ മാത്രമാണ് ഫാരോസിൽ നിങ്ങൾ ലെവൽ 4 ഒക്കെ എത്താൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യമുണ്ട്. അതേപോലെ തന്നെ ഇതിലൊരു പോയിന്റ് ചെക്കറിൽ നിങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്രാമത്തെ ഇതിലാണ് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ തന്നെ എന്താണ് ഇതിലൊരു പോയിന്റ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഈ ഒരു ലെവൽ 4 കംപ്ലീറ്റ് ചെയ്താൽ മാത്രമാണ് ചെറിയൊരു റിവാർഡെങ്കിലും ഇനി കിട്ടുള്ളൂ. ചെറിയൊരു റിവാർഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ലെവൽ 4 ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൊണ്ടാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ എന്ത് കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് ചെയ്യുന്നുണ്ടെങ്കിലോ അത് എത്രത്തോളം മാക്സിമം ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ചെയ്താൽ മാത്രമാണ് നമുക്ക് നല്ലൊരു എയർ ഡ്രോപ്പ് പ്രോഫിറ്റ് ഒക്കെ ഇതിന് കിട്ടുകയുള്ളൂ എന്നുള്ളൊരു കാര്യം. അതേപോലെ തന്നെ റീസെൻ്റ്ലി വന്നിട്ടുള്ള ഈ ഒരു NFT നിങ്ങൾ മിൻറ്റ് ചെയ്യുക. ഈ ഒരു NFTൻ്റെ ചാർജ് ഒരു ഫാരോസ് തന്നെയാണ്. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഒരു ഫാരോസ് എടുക്കും. ഈ ഒരു ഫാരോസിൽ നിങ്ങൾ ഒരിക്കലും ആദ്യം പൈസ കൊടുത്ത് ഫാരോസ് ടെസ്റ്റ് നെറ്റ് ടോക്കൺ വാങ്ങാതിരിക്കുക. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇതിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ 0.2 ഫാരോസ് കിട്ടുന്നതാണ്. അതേപോലെ തന്നെ സെന്നത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്ക് ഒരു ഫാരോസ് ഇല്ലെങ്കിൽ 1000 USDC കിട്ടുന്നതാണ്. ആ ഒരു 1000 USDT നിങ്ങൾ സ്വാപ്പ് ചെയ്യുക, സ്വാപ്പ് ചെയ്ത് ഫാരോസ് ആയിട്ട് മാറ്റുക. അത്രമാത്രമാണ് ചെയ്യാനുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബാച്ച് നിങ്ങൾ മിൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പുതിയ അപ്ഡേറ്റുകൾ വന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിൽ അറിയിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനുപരി നിങ്ങൾക്ക് ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് പറയുക. അതേപോലെ തന്നെ സപ്പോർട്ടൊക്കെ നല്ല രീതിയിൽ ചെയ്യുക. എന്താണെന്ന് പറഞ്ഞാൽ പുതിയ പുതിയ പ്രൊജക്റ്റുകളൊക്കെ നമ്മുടെ ഇതിൽ പറയുന്നുണ്ട്. വാർഡൻ പ്രോട്ടോക്കോളിൻ്റെ വീഡിയോ ഞാൻ തൊട്ട് മുമ്പ് ഇട്ടിട്ടുണ്ട്. വാർഡൻ പ്രോട്ടോക്കോൾ നിങ്ങൾ തീർച്ചയായും
തീർച്ചയായിട്ടും ചെയ്യാം. നമുക്ക് 10% വാർഡ് എയർ ഡ്രോപ്പ് ഒക്കെയാണ് എല്ലാവർക്കും കിട്ടാൻ പോകുന്നത്. വളരെ നല്ലൊരു പ്രൊജക്റ്റാണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയാലും നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ ടാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊജക്റ്റ് പറഞ്ഞിട്ടുണ്ട്, സ്പാർക്ക് ചെയിൻ്റെ ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്തിട്ടുണ്ട്, ഫാരോസിൻ്റെ അപ്ഡേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഹാവ് എ ഗ്രേറ്റ് ഡേ. നന്ദി, നമസ്കാരം, ബൈ.